അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ആ ചാപ്റ്ററിലുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേഷനാണ്. അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയായിരുന്നു? കാൽക്കുലേഷൻ ഓഫ് ന്യൂ റേഷ്യോ, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ, ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ, distribution of accumulated profit and losses, revaluation of assets and liabilities and capital adjustments. ഇതാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അതിൽ ന്യൂ റേഷ്യോ കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് എടുക്കുമ്പോൾ ആ പാർട്ട്ണർക്കും പ്രോഫിറ്റ് ഷെയർ നൽകേണ്ടി വരും. അപ്പം നിലവിലുള്ള പാർട്ട്നേഴ്സിന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഷെയറിൽ ഒരു ഭാഗം പുതിയ പാർട്ട്ണർക്ക് നൽകും. അങ്ങനെ പുതിയ പാർട്ട്ണർക്ക് നൽകുന്ന പ്രോഫിറ്റിൻ്റെ വിഹിതത്തിൻ്റെ അനുപാതത്തിനാണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ദി റേഷ്യോ ഇൻ വിച്ച് ഓൾഡ് പാർട്ട്ണർ സാക്രിഫൈസസ് ടു ദ ന്യൂ പാർട്ട്ണർ. കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ, അതാണ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ. കേസ് 1, ഡിഫറെൻറ്റ് കേസുകളായി നമുക്കതിനെ ഡിസ്കസ് ചെയ്യാം. അതിൽ കേസ് 1, വെൻ ന്യൂ പാർട്ട്ണർ ഷെയർ ആൻഡ് ഓൾഡ് റേഷ്യോ ആർ ഗിവൺ. പുതിയ പാർട്ട്ണർ ഷെയറും ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയും നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അതായത് ഓൾഡ് റേഷ്യോ പാർട്ട്നേഴ്സിൻ്റെ ഓൾഡ് റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നു. ഓൾഡ് റേഷ്യോ തന്നു. ന്യൂ പാർട്ട്നർ ഷെയർ തന്നു. ഫോർ എക്സാമ്പിൾ, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 4:3. They decided to admit C into partnership for 1/8 ഷെയർ. കാൽക്കുലേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. നമുക്ക് തന്നത് എന്തൊക്കെയാണ്? നമുക്ക് തന്നത് ന്യൂ പാർട്ട്ണർ ഷെയർ ആണ് ഇത് 1/8. ഓൾഡ് പാർട്ട്നേഴ്സ് റേഷ്യോ ഇതാണ്. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ, ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഓൾഡ് റേഷ്യോ തന്നെ ആയിരിക്കും സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഓൾഡ് റേഷ്യോ 4:3. സ്വാഭാവികമായിട്ടും പല ക്വസ്റ്റ്യനിലും ഇങ്ങനെയാണ് നമ്മൾക്ക് ഡാറ്റ തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ വളരെ സുഖം, കാൽക്കുലേഷനിലേക്കൊന്നും പോകണ്ട. ആ ഓൾഡ് റേഷ്യോ തന്നെയാണ് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ. ഇനി ന്യൂ റേഷ്യോ തന്നാൽ കേസ് 2 ഓൾഡ് റേഷ്യോ ആൻഡ് ന്യൂ റേഷ്യോ ആർ ഗിവൺ. ന്യൂ റേഷ്യോ ഗിവൺ, നമ്മൾക്ക് ന്യൂ റേഷ്യോ തന്ന കേസ്. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്, എയും ബിയും പാർട്ട്നേഴ്സാണ്. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 2:1. Therein A and B are partners sharing profit and losses in the ratio 2:1. They decided to admit C into partnership, and the new ratio is 4:2:1. 4:2:1. ഇപ്പോൾ ഇവിടെ ഓൾഡ് റേഷ്യോ തന്നു, ന്യൂ റേഷ്യോ തന്നു. ഇങ്ങനെ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. അപ്പോൾ ഈ ഫോർമുല അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ. എപ്പോൾ ന്യൂ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ
കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന ഹെഡിങ് എഴുതുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ അതിന് ആൻസർ ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ എന്നൊരു ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്ത ശേഷം എസ് സാക്രിഫൈസ് ഇസ് ഇക്വൽ ടു എയുടെ ഓൾഡ് ഷെയർ എത്ര? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എയുടെ ഓൾഡ് ഷെയർ 2/3 മൈനസ് ന്യൂ ഷെയർ 4/7 ഇസ് ഇക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 21 താഴെ വരും, മുകളിൽ 14 മൈനസ് 12 ഇസ് ഇക്വൽ ടു 2/21. നെക്സ്റ്റ് ബീസ് sacrifice is equal to 1/3 minus 2/7 is equal to 21 താഴെ വരും, മുകളിൽ 7 മൈനസ് 6 ഇത് രണ്ടും കൂടി ഗുണിച്ചതാണ് 6 1/21. സാക്രിഫൈസിങ് റേഷ്യോ is equal to 2:1. സാക്രിഫൈസിങ് റേഷ്യോ 2:1. ഇപ്പോൾ ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലായി. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോ ഓരോരുത്തരുതും കാണുക, രണ്ട് പേരുടെയും, രണ്ട് പഴയ പാർട്ട്നേഴ്സിൻ്റെയും കാണുക. സാധാരണ ആൻസർ ഷീറ്റിലും കുട്ടികൾ ചെയ്യുന്നതും ഇവിടെ സിക്കും കൂടെ സാക്രിഫൈസ് കാണും. സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർക്കും കൂടെ സാക്രിഫൈസ് കാണും. അങ്ങനെ കാണാൻ പറ്റുമോ? പുതിയ പാർട്ട്ണർക്ക് സാക്രിഫൈസ് ഉണ്ടോ? ഇല്ല. പുതിയ പാർട്ട്ണർക്ക് എല്ലാം പുതുതായി കിട്ടുന്നതാണ്, അതിന് ഗെയിൻ എന്നാണ് പറയുക. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൽ പുതിയ പാർട്ട്ണർക്ക് സാക്രിഫൈസ് ഇല്ല, നിലവിലുള്ള ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസ് ഉള്ളൂ. ആ ഓൾഡ് പാർട്ട്നേഴ്സിനുള്ള സാക്രിഫൈസ് മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. ഈ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യനിൽ സാക്രിഫൈസിങ് റേഷ്യോ 2:1 എന്നാണ്. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യന് വ്യത്യസ്ത രൂപത്തിൽ ക്വസ്റ്റ്യൻ തരും. അത് വ്യത്യസ്ത രൂപത്തിലായതുകൊണ്ട് തന്നെ അവിടെ ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം. നമുക്കതിനെ പ്രത്യേകിച്ച് കേസുകളാക്കിയിട്ടൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നെ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കാണാൻ പറ്റും. സാക്രിഫൈസിങ് റേഷ്യോയിൽ ഈ രണ്ട് കേസുകളെ പ്രധാനമായിട്ടും നോക്കേണ്ടതുള്ളൂ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചെയ്യാം. സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ A and B are partners. A and B are partners sharing profit and losses in the ratio. A and B are partners sharing profit and losses in the ratio 5:3. അവരുടെ ഓൾഡ് റേഷ്യോ 5:3. പാർട്ട്നേഴ്സിൻ്റെ പേര് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. A and B are partners. Their old ratio is equal to 5:3. They admit C into partnership and C admit ചെയ്തു. They admitted C. C will get 1/5 of A's share. 1/5 of A's share. എയുടെ ഷെയറിൻ്റെ 1/5 കിട്ടും. അതുപോലെ get 1/3 of B's share. Calculate sacrificing ratio. നമുക്കിവിടെ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, മനസ്സിലാക്കാൻ വേണ്ടി ന്യൂ റേഷ്യോയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ന്യൂ റേഷ്യോയും കൂടെ നമ്മൾക്ക് കാൽക്കുലേഷൻ നടത്താം. സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആർക്കൊക്കെ സാക്രിഫൈസ് ഉണ്ടാവുക? സിക്ക് സാക്രിഫൈസ് ഉണ്ടോ? ഇല്ല. ബിക്ക് മാത്രമേ സാക്രിഫൈസ് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ബിക്കല്ല, എക്കും ബിക്കും മാത്രമേ സാക്രിഫൈസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ എയുടെ സാക്രിഫൈസ് നമ്മൾക്ക് എത്രയെന്ന് കണ്ടെത്താം. എത്ര? 1/5
ഓഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു ഇൻറ്റു ഓഫ് എ ഷെയർ 5/3 is equal to 5/15 5/15 ആണ് അവിടെ എയുടെ ഷെയർ വരുന്നത്. സോറി, ഇവിടെ 8 ആണ് വരിക. സാറേ ഇവിടെ വരുന്നത് ഇവിടെ 8 വരും, ഇവിടെ 5 വരും. അപ്പോൾ ഓക്കെ, എ സാക്രിഫൈസ് is equal to 1/5 into 5/8 is equal to ഇനി ബി's സാക്രിഫൈസ് is equal to ബിയുടെ സാക്രിഫൈസ് 1/3 into 3/8 is equal to 3/24. 3/24. ഇതിനെ നമുക്ക് ചെറുതാക്കി എഴുതാം. ഇത് 1/8 ആണ്, ഇത് 1/8 ആണ്. രണ്ടും 1/8 ആണ്. ഒന്നും കൂടെ ചെറുതാക്കിയാൽ 1/8 കിട്ടും. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ is equal to 1/8 is to 1/8 is equal to 1:1. ഇത് 1/8 ആണ്, ഇതും 1/8 ആണ്. എങ്ങനെ കിട്ടിയതെന്ന് അറിയില്ലെങ്കിൽ ഈ 5 കൊണ്ട് ഇതിനെ ഓക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. സാക്രിഫൈസിങ് റേഷ്യോ 1:1. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ എടുക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്. മറ്റൊരു ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:1. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ്, അവരുടെ ഓൾഡ് ഷെയർ 3:1. ദേ അഡ്മിറ്റ് C into partnership, C, and he will get 1/8 share, 1/8 share wholly from ആരിൽ നിന്ന് മുഴുവനായി കിട്ടുന്നത് എ. കാൽക്കുലേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. അതായത് എ ബി ആർ പാർട്ട്നേഴ്സ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:1. അവർ സി എന്ന് പറയുന്ന പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് ചേർത്തു. എത്ര ഷെയർ? 1/8 ആണ് ഷെയർ. ആ ഷെയർ ആൾക്ക് കിട്ടുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? എയുടെ കയ്യിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്. സാക്രിഫൈസിങ് റേഷ്യോ, സാക്രിഫൈസിങ് എന്ന് പറഞ്ഞാൽ നഷ്ടം. ആർക്ക് മാത്രമേ ഇവിടെ നഷ്ടമുള്ളൂ? എക്ക് മാത്രമേ നഷ്ടമുള്ളൂ. അപ്പോൾ പിന്നെ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ആ മുഴുവനും. അപ്പോൾ 1:, ഒരാൾക്ക് മാത്രമുള്ളെങ്കിൽ മുഴുവനായിട്ടും എന്ന് കാണിക്കാൻ 1:0 എന്ന് എഴുതാം. 1:0. അതാണ് ഇവിടുത്തെ സാക്രിഫൈസിങ് റേഷ്യോ. എങ്ങനെ ന്യൂ റേഷ്യോ കാണാം? ന്യൂ റേഷ്യോ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. എയും ബിയും പാർട്ട്നേഴ്സാണ്. അവരുടെ റേഷ്യോ 3:2 എന്നാണ്. അവരുടെ റേഷ്യോ 3:2. ആൻഡ് ദേ അഡ്മിറ്റ് സിയെ അഡ്മിറ്റ് ചെയ്തു. അതിൽ 3/2
20 from A. From A 3/20. From B 2/20. 2/20 അല്ലല്ലോ, 2/20 ആകുമ്പോൾ ശരിയാവില്ല. 1/20. 1/20. 1/20. അപ്പോൾ എ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ എയിൽ നിന്ന് കിട്ടുന്നത് എത്രയാണ്? 3/20. ബിയിൽ നിന്ന് കിട്ടുന്നത് എത്രയാണ്? ഇവിടെ കാൽക്കുലേഷൻ്റെ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്? 3:1. ഈ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ സമയത്ത് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തരുന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ ക്വസ്റ്റ്യൻ നോക്കി ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം കാൽക്കുലേഷൻ നടത്താൻ. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങളത് ആൻസർ ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യൂ. സാക്രിഫൈസിങ് റേഷ്യോയുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വലിയ പ്രയാസം ഒന്നും ഉണ്ടാവില്ല.